എല്ലാവർക്കും സിനിഫീലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അമേരിക്കൻ ഹൊറർ മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടുള്ള ദ ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന മൂവിയാണ്. ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ളത് നമ്മുടെ സിഡ്നി സ്വീനി എന്ന് പറയുന്ന ഒരു ഫേമസ് ആക്ട്രസ്സാണ്. അതുകൂടാതെ ഒരാളൂടെ ഉണ്ട്, നമ്മുടെ മണി ഹിസ്റ്റിലെ പ്രൊഫസറായിട്ട് വരുന്ന അൽവാരോ മോർട്ടെ എന്ന് പറയുന്ന ആൾ. കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്, ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെടുന്ന ഒരു പെൺകുട്ടി കന്യാസ്ത്രീ ആവുകയും അവിടെ ഇറ്റലിയിലുള്ള ഒരു ചർച്ചിൽ വരികയും എന്നാൽ അവിടെ വെച്ച് അത്ഭുതകരമായിട്ട് പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നാൽ ആ പ്രഗ്നൻസിയുടെ പിന്നിൽ ഒരുപാട് മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ്. അപ്പോൾ നല്ലൊരു മിസ്റ്ററി ത്രില്ലറാണ്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഇവിടെ കട്ട് ചെയ്ത് പോവാം. സ്പോയിലർ കണ്ടൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് തുടങ്ങാവുന്നതാണ്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോവാം. സിനിമ തുടങ്ങുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ മാതാവിൻ്റെ ഫോട്ടോയുടെ താഴെ ഒരു കന്യാസ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ആകുലതയും പേടിയൊക്കെ ആയിട്ടാണ് ആ ഒരു കന്യാസ്ത്രീ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ബാഗൊക്കെ എടുത്ത് രാത്രി മദർ സുപ്പീരിയറിൻ്റെ മുറിയിലേക്ക് കയറുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അവരറിയാതെ തന്നെ അവരുടെ മേശ തുറന്ന് താക്കോൽ എടുക്കുന്നതായിട്ടും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അവർ താക്കോലൊക്കെ എടുത്ത് ആരും അറിയാതെ ശബ്ദമുണ്ടാക്കാതെ അവർ ചർച്ചിൻ്റെ പുറത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോൾ സമയത്ത് നമുക്ക് അവരുടെ പുറകിൽ ഒരു 2-3 രൂപങ്ങൾ അവരെ പിന്തുടർന്ന് ഓടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താക്കോൽ കൊണ്ട് ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോകുന്നുണ്ട്. അങ്ങനെ ഈ ഗേറ്റുകളുടെ ഇടയിലൂടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നമ്മുടെ രൂപങ്ങൾ അവിടെ എത്തുകയും ഇവിടെ കാല് 2 സൈഡിൽ പിടിച്ച് വലിച്ച് 2 രീതിയിലേക്ക് ഒടിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു സീൻ നിർത്തിയതിന് ശേഷം പിന്നെ ആ സീൻ ഓപ്പൺ ആവുന്നത് അവളെ ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടത്തിയിട്ടാണ്. ജീവനോടെ അവൾ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവളെ അവിടെ ജീവനോടെ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പുതിയൊരു സീനിലേക്ക് കാണിക്കുന്നത് നമ്മുടെ നടിയാണ്. നടി ഒരു കന്യാസ്ത്രീയാണ്. നടിയുടെ പേര് സിസിലിയ എന്നാണ്. ഇറ്റലിയിലേക്ക് വരുന്ന ഒരു അമേരിക്കൻ ആയിട്ടുള്ളൊരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ഇറ്റലിയിലെ എയർപോർട്ട് അധികൃതർ അവളെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഒരു സംശയമായിട്ടുള്ള രീതിയിൽ എന്തിനിത് ചൂസ് ചെയ്തു, എന്തിന് ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നു എന്നൊക്കെ. അപ്പോൾ അവളതിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളെ പാസ്പോർട്ട് സീലടിച്ച് കൊടുക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സിസ്റ്റർ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററെ കാത്ത് അവിടെ ഒരു വണ്ടിയും ഒരു ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഡ്രൈവർ വന്ന് നമ്മുടെ സിസിലിയോട് പറയുന്നുണ്ട്, കണ്ടതിൽ വളരെ സന്തോഷം, എനിക്ക് ഭയങ്കര അനുഗ്രഹം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരും തിരിച്ച് നല്ല രീതിയിൽ പെരുമാറി വണ്ടിയിൽ കയറി അവർ നേരെ ചർച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ വണ്ടിയുടെ വിൻഡോയിൽ കൂടെ ഈ ഒരു ഇറ്റലിയുടെ ഇതെല്ലാം നോക്കി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. വണ്ടി നേരെ ചർച്ചിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ചർച്ച് കുറച്ച് ഉള്ളിലേക്കാണ്. ഈ ചർച്ചാണ് നമ്മുടെ സിനിമയുടെ ആദ്യം കണ്ട ആ കന്യാസ്ത്രീ രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഒരു ചർച്ച്. അവിടെ എത്തി നമ്മുടെ സിസിലിയ ഡോർ തുറന്ന് പുറത്തിറങ്ങി ആ ഒരു ചർച്ചിനെ മൊത്തത്തിലായിട്ട് നോക്കുന്നുണ്ട്. ഒരു നിഗൂഢമായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള പോലെ സിസിലിയക്ക് ആദ്യമേ തോന്നുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ മദർ സുപ്പീരിയർ ആയിട്ടുള്ള ആൾ വന്നിട്ട് അവളെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇറ്റലിയിലാണ് സംസാരിക്കുന്നത്, അവർക്ക് ഇടയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അടുത്ത് വേറൊരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെ പേര് ഇസബെല്ല എന്നാണ്. ഇസബെല്ല അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡോർമെൻട്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മദർ സുപ്പീരിയർ ഇസബെല്ലയുടെ അടുത്ത് പറയുന്നതായിട്ടും ഇസബെല്ല അതിന് ശേഷം ആ ഒരു ചർച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ പറയുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇസബെല്ലയുടെ മുഖത്ത് വലിയ സന്തോഷമോ അവൾ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇസബെല്ല തിരിച്ച് അങ്ങനത്തെ രീതിയിലുള്ള മറുപടി അല്ല കൊടുക്കുന്നത്. റൂമിലെത്തിയതിന് ശേഷം അവൾ കൂടുതലും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സിസിലിയെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇസബെല്ല അത് തട്ടി മാറ്റുന്ന പോലെയാണ് നമുക്ക് കുറേ ഡയലോഗുകൾ മനസ്സിലാവുന്നത്. അതേപോലെ ഇസബെല്ല പറയുന്നുണ്ട്, ഇത് നിൻ്റെ അവസാനത്തെ ചാൻസാണ്, നിനക്ക് ഇന്ന് വേണമെങ്കിലും തിരിച്ചു പോകാം, നീ ചെറുപ്രായമാണെന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇത് എനിക്കായിട്ട് തോന്നിയതാണ്, എൻ്റെ ഒരു ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അവളുടെ സിസ്റ്ററായിട്ട് അവൾ കന്യാസ്ത്രീയായിട്ട് മാറുന്ന ഒരു സെറിമണിയാണ്. അപ്പോൾ ആ സെറിമണിയിൽ വെച്ചിട്ട് ഇവൾ ഓൾറെഡി ആ ഒരു ഇറ്റലിയുടെ എടുത്ത് വരാനുള്ള ഒരു കാരണം ഒരു ഫാദറാണ്. അപ്പോൾ നമ്മുടെ ആ ഫാദറാണ് നമ്മുടെ മണി ഹിസ്റ്റിലെ പ്രൊഫസറായിട്ടുള്ള അൽവാരോ മോട്ടെ എന്ന് പറയുന്ന നമ്മളാൾ. അപ്പോൾ നമ്മുടെ ഫാദർ വന്നിട്ട് പരിചയപ്പെടുന്നുണ്ട്, കണ്ടതിൽ സന്തോഷം എന്നൊക്കെ. അങ്ങനെ അവിടെ ആ ഒരു ചടങ്ങുകൾ നടത്തുകയാണ്. അവളെ ഒഫീഷ്യലി സിസ്റ്ററായിട്ട് ആ ഒരു ഇതിൻ്റെ അകത്തേക്ക്, ആ ഒരു ചർച്ചിൻ്റെ അകത്തേക്ക് അവളെ സ്വീകരിക്കുന്നതായിട്ടുള്ള കുറച്ച് സീനുകളുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഇസബെല്ല അവിടെ നിന്ന് ഇവളെ നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം പ്രൊഫസറോട് സിസിലിയ എന്തുകൊണ്ട് ഈ ഒരു കന്യാസ്ത്രീ ഇത് സ്വീകരിച്ചു എന്ന് പറയുകയാണ്. ഒരു ഐസ് കട്ടയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുകയും അവിടെ നിന്ന് ഡ്രൗൺ ചെയ്ത് ആൾ ഒരു 7 മിനിറ്റോളം മരണം ഇതാണെന്ന് സ്ഥിരീകരിച്ചിട്ട് തിരിച്ച് ജീവനോടെ
തിരിച്ച് വന്നൊരു പെൺകുട്ടിയാണ്. അങ്ങനെ അത് നേർന്നുകൊണ്ട് കന്യാസ്ത്രീ ആവാമെന്ന് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ഡോർമെൻട്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുകയും അങ്ങനെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ തറയിൽ നിന്ന് കരയുന്നതായിട്ട് കാണപ്പെടും. അത് ആരാണെന്ന് വിചാരിച്ച് ചെന്ന് ദേഹത്ത് തൊടുമ്പോൾ ഒരു മുഖം മൂടിയിട്ടുണ്ടാകും, ഒരു ചുമന്ന മുടിയുണ്ട്. ആ ഒരു ആളെന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യത്തെ കന്യാസ്ത്രീ രക്ഷപ്പെടുമ്പോൾ ഓടിച്ചെന്ന് പിടിക്കുന്ന, അതെല്ലാം ആ ഒരു രീതിയിൽ മുഖം മൂടിയിട്ട ആളുകളായിരിക്കും. അങ്ങനെ ഇവൾ പേടിച്ച് ഭയന്ന് തിരിയുമ്പോൾ നമ്മുടെ മദർ സുപ്പീരിയർ അവിടെ ഉണ്ടായിരിക്കും. ഈ കാണാൻ പാടില്ലാത്തൊന്നും കാണണ്ട എന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞിട്ട് ഇതെന്ത് സ്ഥലമാണ്, ഇത് ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചൊരു സാധനം നമ്മുടെ സിസ്റ്റർ ഇവളെ കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ യേശു ക്രിസ്തുവിന് കുരിശേക്കപ്പെട്ട സമയത്ത് കയ്യിൽ തറച്ചിരുന്ന ആ ആണിയാണ്. അത് ഇതിന് മുന്നേ ഉള്ള ഏതോ ഒരു പ്രീസ്റ്റ് ഇവിടെ പോയപ്പോൾ കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അംശം കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തോ ഒരു ഇതായിട്ട് ഫീൽ ചെയ്തിട്ട് ഇവൾ നേരെ തിരിച്ച് ഡോർമെൻട്രിയിലേക്ക് പോകുന്നതായിട്ട് നമ്മളെ കാണിക്കും. അതിനുശേഷം ഇവൾ ഉറക്കത്തിൽ ഇവൾക്ക് ഒരു കുമ്പസരിക്കുന്ന സമയത്ത് വിയേർഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ തോന്നി ഇവൾ ഞെട്ടി ഉറക്കം എണീക്കുകയാണ്. ഇതിനുശേഷം അവളെ റൂമിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു രൂപം നിൽക്കുന്നതായിട്ട് ഇവർക്ക് തോന്നും. അതുപോലെ മുറി തുറന്നു കിടക്കുന്നതായിട്ടും തോന്നും. ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അതിനുശേഷം ഇവർ തിരിച്ച് ഇവൾ കിടക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം അവിടുത്തെ ഒരു സിസ്റ്ററായിട്ടുള്ള ഗ്വൻ എന്ന് പറയുന്നൊരു സിസ്റ്ററുമായിട്ട് ഇവൾ നല്ല സൗഹൃദത്തിലാവുകയാണ്. ആ ഒരു ചർച്ച എന്ന് പറയുന്നത് മെൻ്റലി ഇൽനെസ് ആയിട്ടുള്ള കന്യാസ്ത്രീകളെയും മരിക്കാറായിട്ടുള്ള അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാനാണ് നമ്മുടെ സിസിലിയൻ വന്നിട്ടുള്ളത്. അന്നത്തെ ദിവസം രാത്രി ഇവൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുപോലെ വൈകൃതമുള്ള ഒരു സിസ്റ്റർ ഇവളുടെ അടുത്ത് വന്ന് ഇവളുടെ മുടി മുറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് വരൂ ഞാൻ തിരിച്ചു കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിച്ചുകൊണ്ട് കട്ടിലിൽ കിടത്തുന്നുണ്ട്. കിടത്തിയതിന് ശേഷം പുതപ്പൊക്കെ മൂടി കാലൊക്കെ ശരിയാക്കുന്ന സമയത്ത് ഇവൾ ശ്രദ്ധിക്കുന്നത് ആ കാലിൽ ഒരു കുരിശിൻ്റെ ഒരു അടയാളം കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു കുരിശിൻ്റെ ഇതുകൊണ്ട് കാല് പൊള്ളിച്ചതിൻ്റെ അടയാളമാണ്. അത് ആ ഒരു കട്ടിലിൻ്റെ ഇപ്പുറത്തൊക്കെ കിടക്കുന്ന പല ആളുകളിലും ഇവൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസമാണ് അവിടെ അവരെല്ലാവരും കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് പെട്ടെന്ന് വയ്യാതാവുകയും ഇവൾ ഛർദ്ദിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഡോക്ടർ ഓഫീഷ്യലായിട്ടുണ്ടല്ലോ, ആ ഒരു ഡോക്ടറെ കാണിക്കുകയും അതിനുശേഷം പിന്നെ ഒഫീഷ്യലായിട്ട് പള്ളിയിൽ അച്ഛനും മദറും എല്ലാവരുമായിട്ട് നമ്മുടെ മറ്റേ ഫാദറും എല്ലാവരും ഇവളെ വിളിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ എന്താണ് തനിക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ താൻ വെർജിനാണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പോൾ ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അവൾ ഭയങ്കരമായിട്ട് അങ്ങനെ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര റേസ് ചെയ്യുന്നുണ്ട്. അപ്പോഴവർ പറയുകയാണ്, അപ്പോൾ അവിടെ എൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ വെർജിനാണ്, പക്ഷേ അവൾ പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ ഇവൾ ആകെ ഞെട്ടിപ്പോവാണ് അവൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ ദിവ്യമായി ഗർഭം ധരിച്ചതാണ്, അതായത് മേരിയെ പോലെ മാതാവിനെ പോലെ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായി ഗർഭം ധരിച്ച പോലെയാണ്. അങ്ങനെ ഇവളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ഇവളൊരു അത്ഭുതപരമായിട്ടുള്ളൊരു സ്ത്രീയാണെന്ന് പറയുകയും എല്ലാവരും അവളെ വർഷിപ്പ് ചെയ്യുന്ന രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫാദർ അവളെ മാറ്റി നിർത്തി എന്തിനെന്നെ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളെ മാതാവായിട്ട് പോലെ മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് ഇവളെ വർഷിപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റും. എന്നാൽ ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഇസബെല്ല എന്ന് പറയുന്ന സിസ്റ്ററിനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇസബെല്ല അവളെ തുറച്ചു നോക്കുന്നതായിട്ടാണ് കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഇത് 3 മാസം കഴിഞ്ഞു, 2ാമത്തെ ട്രൈമസ്റ്റർ സമയമായി. ഈ സമയത്ത് അവൾ വയറൊക്കെ വെച്ച് അവൾ ഛർദ്ദിക്കുന്ന സമയത്ത് ഇവളുടെ പല്ല് ഇളകി ക്ലോസറ്റിൽ വീഴുന്നതായിട്ട് ഇവൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഇവൾ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവൾ വരുമ്പോൾ എല്ലാ ബാക്കിയുള്ള കന്യാസ്ത്രീകളും ഇവളെ ഒരു വർഷിപ്പ് ചെയ്യുന്ന പോലെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും എല്ലാവരും ഭയങ്കര ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെ ഇവളിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആകുലതയൊക്കെ ഇവൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഇവൾ ബാത്ടബിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആരോ വന്ന് ഇവളെ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നവർ രക്ഷിക്കുന്നത് നമ്മുടെ ഇസബെല്ല എന്ന് പറയുന്ന സിസ്റ്ററാണ് നമ്മുടെ സിസിലിയനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നത് ഞാനാണ് ആവേണ്ട സ്ഥാനത്ത് നീ ആയി എന്നുള്ള രീതിയിലൊക്കെ അലറിയാണ് വിളിക്കുന്നത്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഡോക്ടറും ഫാദറൊക്കെ ഭയങ്കര പാനിക്കായിട്ടാണ് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് നോക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ ഇങ്ങനെ ചെയ്തു, ഇസബെല്ല എന്തിനിങ്ങനെ ചെയ്തു, അവൾ പറയുന്നുണ്ടല്ലോ അവളാണ് ആവേണ്ടത്, എന്നാൽ എന്തിനു ചെയ്തു എന്നൊക്കെ നമ്മുടെ സിസിലിയ ഫാദറിനോട് ചോദിക്കുമ്പോൾ അത് ആ കുട്ടിക്കൊരു മെൻ്റൽ പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവളിങ്ങനെ വളരെ ആകുലതയോടെ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയും അവിടെ എല്ലാവരും ഓടി ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇസബെല്ല മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇസബെല്ലയുടെ ബോഡി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്വന്നും നമ്മുടെ സിസിലിയും കൂടെ നടന്നു വരുമ്പോൾ ഗ്വൻ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയോ ഇത് നടക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ സിസിലിയ ഗർഭിണിയായത്, എങ്ങനെയാണ് നമ്മുടെ ഇസബെല്ല മരിക്കുന്നത്, ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഉറച്ച് പറയുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഇവളെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം രാത്രി അവൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ട് നമ്മുടെ സിസിലിയ.
അതിനുശേഷം മാതാവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുവാണ്. ആ മാതാവിൻ്റെ ഫോട്ടോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു വചനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് ബൈബിൾ എടുത്ത വചനം നോക്കുമ്പോൾ സാത്താൻ പോലും ഏഞ്ചലിൻ്റെ വേഷം കെട്ടി വരും എന്നുള്ള രീതിയിലുള്ളൊരു വചനമാണ്. അങ്ങനെ എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൾ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇവൾ ആരും അറിയാതെ നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ തപ്പുന്നുണ്ട്. ആ തപ്പുന്ന കൂട്ടത്തിൽ അവളുടെ പഴയ പാസ്റ്റ് അടങ്ങിയിട്ടുള്ള കുറേ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇവളെവിടെ കൊണ്ടുവന്നതെന്നുള്ളത് ഇവൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചർച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൾ അതിൽ കൂടെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ ഗ്വന്നിനെ അവിടെ കെട്ടിയിട്ട് ആ രൂപം മുഖത്തിൽ ആ ചുമന്ന മൂടിയിട്ട കന്യാസ്ത്രീ പോലുള്ള രൂപങ്ങൾ വന്നിട്ട് ഇവളങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇവളെ നാക്ക് അറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ സിസിലിയ കിടന്ന് വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് പുറകിൽ നിന്നും നമ്മുടെ അന്ന് മുടി മുറിക്കാൻ വേണ്ടി വന്ന ആ വയസ്സായ സ്ത്രീ പെട്ടെന്ന് വന്ന് പുറകെ നിന്ന് പിടിക്കുകയാണ്. അതിനുശേഷം ഇവളോട് പറയുകയാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല, മിണ്ടാതെ അവിടെ പോയി കിടക്കുക. അപ്പോൾ അവൾ പറയാം, എനിക്ക് രക്ഷപ്പെടാം. അപ്പം ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇവൾ തിരിച്ച് ഡോർമെൻട്രിയിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇവൾ വളരെ ഇതായിട്ട് കിടന്ന് വിളിക്കുകയാണ്. എനിക്ക് അതായത് അബോഷൻ ആകുന്നുള്ള രീതിയിൽ ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഫാദറും ഡോക്ടേഴ്സും എല്ലാവരും വന്നു. ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളൊരു ഇത് വന്നു. ഇതിൻ്റെ പുറത്ത് ഇതുവരെയും ഇവളെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല. 5 മാസം ആയിട്ട് പോലും ഇവളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അവസാനം ഇത് അബോഷൻ ആവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കാറിൻ്റെ അകത്ത് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇവളെ കെയർ ടേക്ക് ചെയ്യുന്ന ഒരാൾ അവളുടെ ആ ഒരു ചോരപ്പെടേണ്ട ഡ്രസ്സും പിടിച്ച് കരയുകയാണ്. കാരണം അത് യേശു ക്രിസ്തുവിൻ്റെ പുനർജന്മമായിട്ടാണല്ലോ അവരെ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ചോര ഇങ്ങനെ മണക്കുന്ന സമയത്ത് അത് ഒരു ഹ്യൂമൻ ബ്ലഡായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അവളുടെ കട്ടിലിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഒരു പ്രാവിനെയും കത്തിയും കാണുന്നുണ്ട്. അതായത് പ്രാവിനെ കത്തി കൊണ്ട് മുറിച്ച് ബ്ലഡ് ഇതാക്കി അവൾ ഫേക്ക് ചെയ്തതാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ തന്നെ ഈ ആ കെയർ ടേക്കർ ഫാദറിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇവളിത് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ വണ്ടി തിരിക്കുന്നതായിട്ട് തോന്നുമ്പോൾ ഇവൾക്കിത് മനസ്സിലാവും. ഇവൾ ആ വണ്ടിയിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടെ വന്ന വേറെ ആളുകൾ ഇവളെ പിടികൂടി തിരിച്ച് നമ്മുടെ ആ ചർച്ചിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇവളിങ്ങനെ ചെയ്തതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട്, അതായത് അതൊരു ബ്ലഡ് വെച്ച് ഇതിനെ ഫേക്ക് ചെയ്തു, അത് അത്രയും വലിയ പാപം എന്നുള്ള പണിഷ്മെൻ്റായിട്ട് ഇവളെ നഗ്നയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഷവറിൻ്റെ മൂട്ടിൽ നിർത്തുന്നുണ്ട് ആ ഒരു ചോരയൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവളൊരു കസേരയിലിരുത്തി കൈയൊക്കെ കെട്ടി വെക്കുകയാണ്. അതിനുശേഷം പ്രൊഫസർ വന്ന് ഇവളോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ നമ്മുടെ അന്ന് കാണിച്ച ആ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ തറച്ച ആണി എടുത്തിട്ട് ഇതിൽ സൂക്ഷിച്ചു നോക്കിയ പല കാര്യങ്ങളും കാണാം. എല്ലിൻ്റെ അംശങ്ങൾ കാണാം. അതിൽ നിന്ന് ഈ അച്ഛൻ DNA എക്സ്ട്രാക്ട് ചെയ്തു. പുള്ളി ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. പുള്ളി ഒരു ജനറ്റിക് രീതിയിൽ മുന്നേ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ വിയേർഡായിട്ടുള്ള കുറേ റിസർച്ചുകൾ ഇയാൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇയാളെ പുറത്താക്കി. അങ്ങനെ ഇയാൾ ഈ ഒരു ഇതിലേക്ക് ഫാദറായിട്ട് കയറി. പക്ഷേ ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആണി ഇവിടെ ഉള്ളതായിട്ടും അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്ത് അത് വെച്ച് ഒരു യേശു ക്രിസ്തുവിനെ പുനർജനിപ്പിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അങ്ങനെയാണ് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്ത് അവരിങ്ങനെ ശ്രമിക്കുന്നത്. പക്ഷേ ഇയാൾ ചെയ്യുന്ന അത്രയും ഫെയിലായിരുന്നു. ഇത്രയും മാസം പോലും ആയിരുന്നില്ല. അങ്ങനെ ഈ കഥകളൊക്കെ നമ്മുടെ സിസിലിയയുടെ അടുത്ത് നമ്മുടെ ഈ ഒരു ഫാദർ പറയുകയാണ്. ഇവളതിൽ കുറേ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവളും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ക്രോസിൻ്റെ ഇതുകൊണ്ട് ഇവളെ കാല് പൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഇവളെ ഡോർമെൻട്രിയിലേക്ക് ആക്കുകയും കാണിക്കുന്നുണ്ട്. ഇവൾ എന്നിട്ട് അവിടുത്തെ വേറൊരു വലിയ ഫാദറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവൾ കുമ്പസരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാദർ പറയുന്നുണ്ട്, ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും വർഷം കൊണ്ട് ചെയ്യുന്നതിനെ നമ്മൾ ദൈവം എതിർക്കുന്നില്ല, തടയുന്നില്ല എന്നൊക്കെ ഇവളെ ചോദിച്ച് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇവളെ വന്ന് അകമൊക്കെ ഇളകി വരുന്നതായിട്ട്. അതായത് ഈ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത DNA ഇവളെ ശരീരത്തിലും ഓരോ ഭാഗങ്ങളായിട്ട് ഇവളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൾ എന്തും നേരിടാൻ തയ്യാറെന്നുള്ള രീതിയിൽ ഇവളായിക്കഴിഞ്ഞു. അങ്ങനെ ഇവളുടെ ഒരു സ്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് പിന്നെ നമ്മളെ കാണിക്കുന്നത്. ഈ സമയത്ത് സ്കാൻ നടത്തിയിട്ട് ഡോക്ടർ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ കെയർ ടേക്കർ അടുത്തിരിക്കുമ്പോൾ കുരിശെടുത്ത് വെച്ച് ഇവൾ അവരുടെ തലക്കടിച്ച് താഴെ വീഴ്ത്തുകയാണ്. അങ്ങനെ അടിച്ചടിച്ചടിച്ച് അവരെ മുഖം അടിച്ച് പൊട്ടിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ പുറത്ത് വന്ന് അവിടുത്തെ മെയിനായിട്ടുള്ള ആ ഒരു ഫാദറിനെയും കഴുത്ത് നെഴിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ഇവൾ നേരെ പോകുന്നത് ആ ഒരു ലാബിലേക്കാണ്. ഇതെല്ലാം ചെയ്ത ലാബിലേക്കാണ് പോകുന്നത്. അവിടെ ഫുള്ള് പെട്രോളും ഇതൊക്കെ ആയിട്ട് മണ്ണെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് അവിടെ ഫുൾ ഒഴിക്കുമ്പോൾ നമ്മുടെ ഫാദർ വരുന്നുണ്ട്. ഇവിടെ കയ്യിലൊരു ലൈറ്ററും ഉണ്ട്. ആ ലൈറ്റർ വെച്ചിട്ട് ഇവളവിടെ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഫാദർ അടുത്ത് വന്ന് ഒരു കയ്യാങ്കളിയെ പോലെയൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഫാദറിനെ അകത്തിട്ട് പൂട്ടി ഈ ഒരു ലൈറ്റ് കത്തിക്കുകയാണ്. അങ്ങനെ അവിടെ ഫുൾ ആളി പടരുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഫാദറും ഉണ്ട്. ഇവളവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടുന്നുണ്ട്.
ഓടി ഓടി ഇവളൊരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവൾ പോകുന്നത്. ഈ സമയത്ത് ഇവളുടെ വാട്ടർ ബ്രോക്ക് ആവുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അവൾ അസഹനീയമായിട്ടുള്ള വേദന അതിൽ നിന്ന് വരുന്നുണ്ട്. ഇവൾ എന്നിട്ട് അവിടെ നിന്ന് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരോ നടന്നു വരുന്നതായിട്ട് ഓടി വരുന്നതായിട്ട് സൗണ്ട് കേട്ടിട്ട് ഇവളൊരു ഗുഹയുടെ സൈഡിലേക്ക് ഒളിക്കുന്നുണ്ട്. അവിടെ ഇവൾ സൈഡിലേക്ക് നോക്കുമ്പോൾ പലക പോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൾ മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് അവിടെ നിന്ന് മാറുന്നു. ആ സമയത്ത് അവിടെ ഒരു പലക താഴെ വന്ന് വീഴുന്നുണ്ട്. ആ പലകയുടെ നമ്മുടെ നാക്ക് മുറിച്ച നമ്മുടെ ഗ്വൻ സിസ്റ്ററിൻ്റെ ബോഡി ആയിരിക്കും. ഇവൾ അത് കണ്ട് ഭയന്ന് പുറത്തേക്ക് ഓടുമ്പോൾ നമ്മുടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. അങ്ങനെ വെളിച്ചം നോക്കുമ്പോൾ പുറത്തേക്ക് പോകാനുള്ളൊരു എക്സിറ്റാണ്. അങ്ങനെ അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ പാതി വെന്ത ശരീരമായിട്ട് നമ്മുടെ ഫാദർ വന്നിട്ട് അവളെ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ അവിടെ ഇതാക്കി വീഴ്ത്തിയതിന് ശേഷം ഇവളെ വയറ് അവരുടെ കയ്യിലുള്ള ഒരു കത്തിയായിട്ട് ഇവൾ വയറ് ഇങ്ങനെ കീറുന്നുണ്ട്. അതായത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ കുറേ വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവളുടെ കയ്യിൽ ഇവൾ ആ ചാപ്പലിൽ നിന്ന് എടുത്ത ആ ഒരു ആണി, അതായത് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ തറച്ചിരുന്ന ആ ഒരു ആണി ഉണ്ടായിരുന്നു. ആ ആണി എടുത്ത് നമ്മുടെ പ്രൊഫസറിൻ്റെ കഴുത്തിൽ ഇങ്ങനെ വെട്ടുകയാണ്. അപ്പം അങ്ങനെ ചോര തെറിച്ച് പ്രൊഫസർ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഇതിന് ശേഷം ഇവൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ആ ഒരു എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് അവൾക്ക് പ്രസവവേദന വരികയും അങ്ങനെ അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രസവിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പ്രസവിച്ച് ഇവൾ നോക്കുന്ന സമയത്ത് നമ്മൾ കുട്ടീനെ കാണിക്കുന്നില്ല, പക്ഷേ അതൊരു വികൃതമായിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു സൗണ്ടിലൂടെ ഇവൾക്ക് മനസ്സിലാവണം, അതായത് ജനിച്ചത് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തോ ഒരു ഇതാണ്. ഇവൾ അംബ്ലിക്കൽ കോഡ് കൊണ്ട് കടിച്ച് മുറിച്ചതിന് ശേഷം ഇവൾ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വിചിത്രമായിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവൾ പേടിച്ച് ഭയക്കുന്നുണ്ട്. അതിനുശേഷം ഇവൾ മാറി ഒരു കല്ലെടുത്ത് ആ ഒരു ഇതിൻ്റെ അകത്ത് കണ്ണടച്ചുകൊണ്ട് ഇവളിങ്ങനെ അടിക്കുകയാണ്. അതായത് ആ ഒരു ജനിച്ച കുഞ്ഞിനെ അത് കൊല്ലുകയാണ്. കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചു വന്നതുകൊണ്ട് തന്നെ അത് ഭീകരമായിട്ടുള്ള വേറെ എന്തോ ഒരു രൂപമായിരുന്നു. അപ്പോൾ അവൾ അതിനെ അടിച്ച് അവിടെ വെച്ച് തന്നെ കൊല്ലുന്നതായിട്ട് സിനിമ അവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സിനിമയാണ്. കുറച്ച് വയലൻസും കുറേ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലോട്ടോട് കൂടിയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണണം. അത് വിഷ്വലി തരുന്നൊരു എഫക്റ്റ് വേറെയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ടൈപ്പ് സിനിമകൾ ഏതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ ടൈമായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു വീഡിയോയിലേക്കും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.